إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا يا ബഹുമാനമുള്ള വിശ്വാസികൾ പ്രപഞ്ചസൃഷ്ടാവും സംരക്ഷകനും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോളം എന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി സഹായത്തിലൂടെ മരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസി അവൻ ആരായിരിക്കണം, എന്തായിരിക്കണം അവന്റെ പ്രത്യേകത? ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം എന്ന സ്വാർത്ഥ ചിന്ത വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ഒരു വിശ്വാസി സമൂഹത്തിൽ ആരായിരിക്കണമെന്ന് ചോദിച്ചാൽ അവൻ ഒരു തണൽ വൃക്ഷമായിരിക്കണം, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവനായിരിക്കണം ഒരു മുസ്ലിം. അതോടൊപ്പം മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി അതിശക്തമായി പോരാട്ടം നടത്തുന്നവനായിരിക്കണം ഒരു മുസ്ലിം. ജിഹാദ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് കൈവടിയുന്ന ഒരു ഉമ്മത്ത്, ഒരു മുസ്ലിം സമുദായം, അതിനെപ്പറ്റി പറഞ്ഞത് ഒരു സമൂഹവും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് കൈവടിയില്ല. അതെ, അവർക്ക് മേൽ അല്ലാഹു നിന്ദത മൂടിയിട്ടല്ലാതെ. അപ്പോ അല്ലാഹുവിന്റെ ശാപമുണ്ടാവാൻ, നിന്ദത ഉണ്ടാവാൻ കാരണമാകുന്ന ഒരു വിഷയം കൂടിയാണ് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്ന് പറയുന്നത്. ആ ത്യാഗമനോഭാവം നമുക്കുണ്ടായിരിക്കുക എന്നുള്ളത്. അതേ, നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം
അത് നിർത്തിയാൽ അള്ളാഹു നമ്മളെ നിന്നില കൊണ്ട് മൂടുമെന്നാണ് പഠിപ്പിക്കുന്നത്. പലപ്പോഴും ദുർബലന്മാരായ ആളുകൾ, നാട്ടിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകൾ, ഇവർക്ക് വേണ്ടി ഞാൻ എന്തിന് അവരുടെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കണം എന്ന് പറയുന്ന സ്വഭാവം പലരിലും ഉണ്ടാവാറുണ്ട്. എൻ്റെ കുടുംബം സേഫാണ്, സുരക്ഷിതമാണ്, എൻ്റെ കുടുംബം, എൻ്റെ മക്കള് സുരക്ഷിതമാണ്, അതിനപ്പുറത്ത് ഞാൻ എന്തിന് മറ്റുള്ളവരുടെ കാര്യം നോക്കണം എന്ന് പലപ്പോഴും സ്വാർത്ഥമായ ചിന്ത നമ്മളിൽ ഉണ്ടാക്കാറുണ്ട്. ഇവിടെയാണ് ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. എന്താണ് അല്ലാഹുവിന്റെ മാർഗത്തിലെ ത്യാഗത്തിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി, ഒരു ജിഹാദിന് വേണ്ടി തയ്യാറെടുക്കാത്തത്? ആർക്ക് വേണ്ടി? വൽ മുസ്തദഅഫീന മിനൽ റിജാലി വൻ നിസാഇ വൽ ബിൽദാൻ, ദുർബലന്മാരായ പുരുഷന്മാർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് അധ്വാനിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് പോരടിക്കുന്നില്ല എന്ന ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ദുർബലത അനുഭവിക്കുന്ന, ഭീഷണി നേരിടുന്ന ആളുകളുടെ അവരുടെ മോചനത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പോരടിക്കുക എന്നത്, അതേ അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുക എന്നത് ഓരോ വിശ്വാസിയുടെയും നിർബന്ധമായ ഒരു ബാധ്യതയാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ രാജ്യം, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള കുറച്ച് സംസ്ഥാനങ്ങള് അതിനിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് എന്ന് പറഞ്ഞാൽ SIR എന്ന് പറയുന്ന നമ്മുടെ ആ വോട്ട് പട്ടികയുടെ തീവ്ര പരിശോധന സംവിധാനം അത് ആരംഭിച്ചിരിക്കുന്നു. ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് ഇലക്ഷന്റെ വോട്ടർ ലിസ്റ്റ് അല്ലാത്ത എല്ലാ വോട്ടർ ലിസ്റ്റുകളും ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാല് നമ്മുടെ പൗരത്വം ഇല്ല, എല്ലാവരുടെയും പൗരത്വം നിലനിൽ റദ്ദ് ചെയ്തിട്ടുണ്ട് എന്ന അർത്ഥം. അത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജനാധിപത്യത്തിലെ അതിലുള്ള വോട്ടവകാശം എല്ലാവരുടെയും നിർത്തിവച്ചിട്ടുണ്ട്. അത് പഞ്ചായത്തിന്റെ ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളിലും നിർത്തിവെക്കപ്പെട്ട, റദ്ദ് ചെയ്യപ്പെട്ട അവസ്ഥയാണ് കിടക്കുന്നത്. ഇനി ഓരോരുത്തരും അവരവരുടെ പൗരത്വം അഥവാ ജനാധിപത്യത്തിലെ അവരുടെ അവകാശം അത് ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയായിക്കൊണ്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒട്ടേറെ സംഘടനകളുണ്ട്, മുസ്ലിം സംഘടനകളുണ്ട്, മഹല്ല് സംവിധാനങ്ങളുണ്ട്, കുടുംബനാഥന്മാരുണ്ട്, സാമൂഹ്യ സംഘടനകളുണ്ട്. ഉറക്കമൊഴിച്ച് കണ്ണും കാലും തുറന്നു വെച്ച് അള്ളാഹുവിന്റെ മാർഗത്തില് ഒരു ജിഹാദായിട്ട് ഇത് മുസ്ലിം ഉമ്മത്ത് പ്രത്യേകിച്ച് ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ മഹാദുരന്തമാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത് എന്നത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതെ, അതുകൊണ്ടാണ് ഈ ഒരു വിഷയം കൂടെ സാന്ത്വനമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതും. വിശ്വാസികളെ, ഗുജറാത്തിലെ സൂറത്ത് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരാള് മുസ്തഫ ഷേഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ മനുഷ്യനെ ചെരുപ്പ് കച്ചവടക്കാരനാണ് അയാള്. ആ മനുഷ്യന് ചെരുപ്പ് കച്ചവടക്കാരനാണ്. കച്ചവടം നടത്തി രാത്രി 9 മണിക്ക് തന്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്ന് എല്ലാം കഴിഞ്ഞ് കടന്നിറങ്ങാൻ ഒരുങ്ങുന്ന വേളയിൽ ഏകദേശം 11:30 മണിക്ക് പോലീസ് വന്നിട്ട് വാതിൽ മുട്ടുകയാണ്. അങ്ങനെ വാതിൽ മുട്ടി എന്നിട്ട് പറഞ്ഞു, താങ്കൾ സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഇപ്പൊ നടക്കില്ല, രാവിലെ വരാമെന്ന് പറഞ്ഞു. പോലീസുകാരെ പറഞ്ഞു, പറ്റില്ല, ഇപ്പോൾ തന്നെ വരണം. അങ്ങനെ അയാൾ ആ വീട്ടിൽ നിന്ന് ഡ്രസ് മാറ്റി ആ പോലീസുകാരുടെ കൂടെ കടന്നു ചെല്ലുകയാണ്. അങ്ങനെ പോണ വഴിക്ക് വെച്ച് തന്റെ മുഖമെല്ലാം, കണ്ണെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. പകുതി കുറച്ചെത്തിയപ്പോ കണ്ണും എല്ലാം കെട്ടിവെച്ചു, കൈ രണ്ടും ബാക്കിലേക്ക് കെട്ടിവെച്ചു. എന്നിട്ട് അയാൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. അതേ കപ്പലിൽ കയറുകയാണ്. കടലിന്റെ നടുവിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇപ്പൊ നമ്മൾ കപ്പലിലാണ്, അതേ കടലിന്റെ നടുവിലാണ്, ഇവിടുന്ന് താങ്കളെ കടലിലേക്ക് ഞങ്ങൾ എടുക്കുകയാണ്. താങ്കൾ ഒരിക്കൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല, കരപറ്റി അഥവാ നീന്തി കരപറ്റിക്കൊള്ളണം. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന പോലെ കടന്നു വന്നാലോ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയാം. അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞു. അയാള് ആ കടലിലേക്ക് അയാളിട്ടുവെന്ന് മാത്രമല്ല, കഴിവിന്റെ പരമാവധി നീന്തി കയറി. പക്ഷെ ചെന്നുപെട്ടത് ബംഗ്ലാദേശിലാണ്, അതിന്റെ അതിർത്തിയിലാണ്. പോലീസുകാരെ പിടിക്കുകയാണ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്, കൊണ്ടുപോവുകയാണ്.
ഗുജറാത്തിൽ രാത്രി കടന്നുറങ്ങിയ മനുഷ്യൻ അതേ പിറ്റേ ദിവസം ബംഗ്ലാദേശിലാണ്. അതായത് അയാൾ നാട് കടത്തിയിരിക്കുന്നു, ഒരു മുന്നറിയിപ്പുമില്ലാതെ. കാരണം എന്താണ്? ഇയാൾക്ക് പൗരത്വമില്ല. പൗരത്വം എന്ന വിഷയം അയാൾക്കവിടെ കടക്കുന്നില്ല. അതെ, വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലൊക്കെ ചില പ്രവർത്തകർ കടന്നു വരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മളൊക്കെ ഒരു നെവർ മൈൻഡ് ആയിട്ട് കാണില്ല, അതൊക്കെ നിങ്ങൾ ചേർത്താൽ മതി, നമ്മളിപ്പോ ആവശ്യമില്ല എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ പറഞ്ഞു പോകാറുള്ളത്. അതെ, ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടുള്ളവരെ, നിങ്ങളെ വീട്ടിൽ കടന്നിറങ്ങുമ്പോ വിളിച്ചു കൊണ്ടുപോയി നാട് കടത്താൻ വരെ സാധ്യതയുള്ള ഒന്നാണ് എന്നത് ഗൗരവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നാളെ നമ്മൾ നേരം വിളിക്കുമ്പോ പറയാണ് ഇതൊക്കെ അള്ളാന്റെ കഥാകഥര. എവിടെ സ്വന്തം പണിയെടുക്കാതെ ഇതൊക്കെ അള്ളാന്റെ കഥാകഥര എന്ന് പറഞ്ഞുകൊണ്ട് കുത്തിരുന്നിട്ട് കാര്യമില്ല. അതെ, അതുകൊണ്ട് എടുക്കേണ്ട പണി കൃത്യമായി നമ്മൾ സമയത്ത് തന്നെ എടുക്കണം. ഈ മാസം 4-ാം തീയതി മുതൽ ഡിസംബർ 4-ാം തീയതി വരെ പൂരിപ്പിക്കാനുള്ള ഫോമുകൾ BLO-മാര് വീടുകളിൽ വിതരണം ചെയ്യുന്നതാണ് കണക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എല്ലാവരും അത് പ്രതീക്ഷിച്ചിരിക്കരുത്. അത് ആ ഫോമിൽ കിട്ടി രണ്ട് കാര്യം ഓർമ്മിച്ചു കൊടുക്കുക. ഒന്ന്, 2002 കാലത്ത് പൂരിപ്പിച്ചിട്ടുള്ള SIR അതിൽ പേര് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ, പേരുണ്ട് എങ്കിൽ ഏകദേശം അവർ സുരക്ഷിതരാണ്. അത് ഏറെക്കുറെ അവർ സുരക്ഷിതരാണ്. അവർ ഈ ഫോം BLO-മാർ കൊണ്ടുവന്ന് തരും. അല്ലെങ്കിൽ ഇലക്ഷന്റെ സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുമല്ലെങ്കിൽ അക്ഷയ പോയിട്ട് അത് കണ്ടെത്താൻ പറ്റും. അതുമല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പക്കാരുണ്ട്, കമ്പ്യൂട്ടർ പഠിച്ച് അതുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആളുകളുണ്ട്. ലാപ്ടോപ്പുമായിക്കൊണ്ട് അവർ ഇറങ്ങിത്തിരിക്കട്ടെ. എന്ന് അല്ലാഹു ചോദിച്ചില്ലേ? അവർ ഇറങ്ങിത്തിരിക്കേണ്ടതാണ്. എന്തിനു വേണ്ടി? ഈ ലാപ്ടോപ്പുമായിക്കൊണ്ട് കമ്പ്യൂട്ടർ പഠിച്ചവര് എല്ലാവർക്കും പ്രിന്റ് എടുത്ത് കൊടുക്കണം. ഈ ഫോം നിർബന്ധമായിട്ട് എല്ലാവരെ കൊണ്ടും പൂരിപ്പിച്ച് വാങ്ങണം എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കണം, ദുർബലരായ സ്ത്രീകൾക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നത് ഈ ലാപ്ടോപ്പുമായി കൊണ്ട് ഇറങ്ങിത്തിരിക്കേണ്ടതിന് ഗൗരവമാണ്. അഥവാ ഇത് പഠിച്ച് മനസ്സിലാക്കിയവർ അത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമായ ഒരു വിഷയമായി കൊണ്ടാണ് കിടക്കുന്നത്. അതേ, BLO-മാർ എത്തിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ BLO-മാരെ കൊണ്ട് കറക്റ്റ് ചെയ്ത് എന്തുകൊണ്ട് നിങ്ങൾ കൊടുപ്പിക്കുന്നില്ല? കൊടുപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇനി അങ്ങനെയൊക്കെ സംഭവിച്ചാലും പലതും അവിടെ ഉണ്ടാവും. അല്ലേ, ഏതൊരു പഞ്ചായത്തിലെ കൊടുവള്ളിൽ തോന്നുന്നു, അവിടെ 500ഓളം ആളുകൾ പുറത്താ, വോട്ടർ ലിസ്റ്റിലില്ല, പുറത്താണ്. എന്തേ കാര്യം? പരിശോധിക്കുമ്പോ ചെയ്യേണ്ടത് അതിൻ്റെതായ ഗൗരവത്തിൽ നമ്മൾ ചെയ്തില്ല എങ്കിൽ അത് കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട മേഖലയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. തൽക്കാലം അത് നാം മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും അവസാനിപ്പിച്ച് ഇത് പരിഹരിക്കേണ്ട വളരെ സംയുക്തമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് എന്നത് മനസ്സിലായിക്കൊണ്ട് നാം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. പള്ളികളിൽ പോലും അതിന്റെ ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഉണ്ടാവണം, നിർബന്ധമായും ആരംഭിക്കേണ്ട വിഷയമാണ്. ഏത് പള്ളിയിലായാലും അങ്ങനെയാണല്ലോ. അതൊക്കെ മാറ്റിവെക്കേണ്ട മേഖലകളുണ്ട്. ഏത് പള്ളിയിലായിക്കോട്ടെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ തർക്കവിധങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇത് നമ്മൾ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കണം. 2002 വോട്ടർ ലിസ്റ്റില് പേരുള്ള ആളുകൾ 2025 വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടായിരിക്കും. എനുമറേഷൻ ഫോം പൂരിപ്പിച്ച് നമ്മൾ കൊടുക്കണം. പൂരിപ്പിച്ച് കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് 2002 വോട്ടർ ലിസ്റ്റില് നിങ്ങൾ നമ്പർ, ബൂത്ത് നമ്പർ അതെല്ലാം തെറ്റിപ്പോകാൻ പാടില്ല. വളരെ കൃത്യമായിരിക്കണം. അത് കൊടുക്കുന്നത് സുരക്ഷിതമാകണം. കാരണം അത് തെറ്റിപ്പോയാൽ പ്രശ്നമാകുന്ന മേഖല കൂടിയാണ്. അതോടൊപ്പം 2002 വോട്ടർ ലിസ്റ്റില് പേരുള്ള ആളുകളുടെ മക്കളോ അവരുടെ കാര്യം എന്താ? അവർ സുരക്ഷിതരാണ്. സാധാരണഗതിയിൽ അവർ സുരക്ഷിതരാണ്. അതേ, വോട്ടർ ലിസ്റ്റില് പേര് ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ അവർ സുരക്ഷിതരാണ്. എന്നാൽ പോലും തള്ളാനും കൊള്ളാനും സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് പഴുതുകൾ പലതുമുണ്ട്. അവിടെയാണ് പൊതുപ്രവർത്തകർ എന്ന നിലക്ക്, ആരാണ് പൊതുപ്രവർത്തകർ? നമ്മൾ ഓരോരുത്തരൊക്കെ തന്നെയാണ്. ആ പൊതുപ്രവർത്തകർ എന്ന നിലക്ക് നാം ഓരോരുത്തരും മനസ്സിലാക്കണം,
നമ്മളത് തന്നെയാണ് എന്നത് മനസ്സിലാക്കണം. അതിനാൽ തന്നെ നമ്മൾ കച്ചകെട്ടി ഇറങ്ങിക്കൊണ്ട് അത് തയ്യാറെടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇറങ്ങി തിരിച്ചായി ചെയ്താൽ എവിടെയെങ്കിലും ഫാൾട്ടുകൾ തിരുത്തി കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഒരു അവസരമാകും അത്. അതുകൊണ്ട് തന്നെ ഇത് തള്ളാന്, വോട്ട് നഷ്ടപ്പെടുത്താന്, നിഷേധിക്കാന് ഒരുപാട് പഴുതുകൾ ഉദ്യോഗസ്ഥന്മാർക്ക് വെച്ചു കൊടുക്കാതിരിക്കാൻ നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി പൂരിപ്പിക്കുകയും പൂരിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുക. ഇനി 2002 വോട്ടർ ലിസ്റ്റിൽ പേരില്ല, ഉപ്പാന്റെ പേരില്ല, ഉമ്മാന്റെ പേരില്ല, അങ്ങനെയുള്ള ആളുകളോ ധാരാളം ഉണ്ടാകും. അവർ ധാരാളം ഉണ്ടാകും. അതാരായിരിക്കും എന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞാല് നിലവിലെ കണക്കനുസരിച്ച് കേരളത്തില് 50 ലക്ഷത്തോളം ആളുകള് വോട്ടർ ലിസ്റ്റിൽ ഇല്ല എന്നതാണ് വസ്തുത. അതെ, 2002 2025 വോട്ടർ ലിസ്റ്റിൽ ഒരുപോലെ പേരില്ലാത്ത 50 ലക്ഷം ആളുകളാണ് ഉണ്ടാകാൻ പോകുന്നത്. ആരാണവർ? നമ്മളെ പോറ്റിയ, നമ്മളെ പോറ്റി വളർത്തിയ പ്രവാസികളാണവർ. ഇവരിൽ പലരും 55 60 കഴിഞ്ഞവരാണ്, വയസ്സുള്ളവരാണ്. അവർ ഗൾഫിലായിരിക്കും. ആ സമയത്ത് 2002 അവർ ഗൾഫിലായിരിക്കും. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ വാപ്പയും ഉമ്മയും മരിച്ചു പോയിട്ടുണ്ടാവാം. ഒരു പക്ഷേ ലിസ്റ്റില് അവർക്കുണ്ടാവുകയില്ല. ഇങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ടാകും. ഈ ആളുകൾ 1987 മുമ്പ് ജനിച്ചവരാണെങ്കിൽ അവർ അവരുടെ ജന്മസ്ഥലം അഥവാ ബർത്തുമായി ബന്ധപ്പെട്ട രേഖകൾ അവർ ഹാജരാക്കണം. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. 12 രേഖകള് കമ്മീഷന് വെക്കുന്ന 12 രേഖകള് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ചുരുങ്ങിയത് നിർബന്ധമായി കൊണ്ടും 2 രേഖകളെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, കരുതി വെക്കേണ്ടത്. കാരണം ഇത് ഇലക്ഷൻ കമ്മീഷണർക്ക് നിങ്ങളുടെ വോട്ട് തള്ളാൻ പഴുതി കിട്ടുന്ന ചാൻസ് കൂടുതൽ. കാരണം എന്താ, നിങ്ങളുടെ പാസ്പോർട്ട് ഹാജരാക്കിയിട്ടുണ്ടാവാം, പക്ഷെ ആ പാസ്പോർട്ട് അവിടെ ആ പാസ്പോർട്ടോട് കാര്യമില്ല. കാരണം എന്താ, അത് നിങ്ങളുടെ ജനനത്തിൽ തെളിയിക്കുന്ന രേഖയല്ല, നിയമം അനുസരിച്ച് അത് രേഖയല്ല. ഇന്ത്യൻ നിയമം അനുസരിച്ച് ജനന തീയതി തെളിയിക്കുന്ന രേഖയല്ല പാസ്പോർട്ട്. അത് വെറും നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ സാധാരണഗതിയിൽ പറഞ്ഞു വരുന്നത് പാസ്പോർട്ട് രേഖ എന്നാണെങ്കിലും ഈ 2 രേഖകൾ നിർബന്ധമായപ്പോൾ നമ്മൾ കരുതിയിരിക്കണം. ജനന സർട്ടിഫിക്കറ്റ്, ആധാർ, പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കൃത്യമായി നമ്മൾ കരുതണം. ഇനി ഇതൊന്നുമില്ല, ഈ പറയപ്പെട്ട രേഖകളൊന്നുമില്ല എന്ന് വിചാരിച്ചോളും, എളുപ്പമുണ്ട് കാര്യം. നമ്മൾ പഠിച്ച സ്കൂളിൽ പോയാൽ സാധനം ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതെ, ബർത്ത് സർട്ടിഫിക്കറ്റ് ശക്തമായ രേഖയാണെന്ന് മനസ്സിലാക്കണം. അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ പാസ്പോർട്ട്, ആധാർ മാത്രം പാസ്പോർട്ട് ആധാർ മാത്രമേ നോക്കൂ എന്ന് പറയുമ്പോ എന്താണ് പറയുന്നത്? പലപ്പോഴും അടിവരട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാ, നിങ്ങളുടെ വോട്ട് ഉദ്യോഗസ്ഥരെ റദ്ദ് ചെയ്യാൻ ഒരു ചാൻസ് ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 രേഖ നിർബന്ധമായും കരുതി വെക്കുക. ഇനി 2002 വോട്ടർ ലിസ്റ്റിൽ പേരില്ല, 1987 2004 ഇടയിലുള്ളവർ ജനിച്ചവർ, അത് നോക്കേണ്ട ഒരു വിഷയമാണ്. അവരുടെ പേര് 2002 ലിസ്റ്റിലില്ല, അയാളുടെ മാതാപിതാക്കളുടെ പേരും ഇല്ല എന്ന് കരുതുക. എങ്കിൽ അയാൾ സ്വന്തം രേഖ ശരിയാക്കി വെക്കണം. അതേപോലെ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാളുടെ രേഖ ശരിയാക്കി വെക്കണം. കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. പക്ഷേ ഈ കാലയളവില് അത് ജനിച്ചവർ ഏകദേശം 10-35 വയസ്സുള്ള പ്രായമുണ്ടാവാം. അത് അത്തരം ആളുകൾ അവരുടെ മാതാപിതാക്കളെ വോട്ട് വോട്ട് 2002 ഇല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു രേഖ ശരിയാക്കി വെക്കണം. അതോടൊപ്പം തന്നെ അവനവന്റെ രേഖ ശരിയാക്കി വെക്കണം. അതെ, ഇത്രയും ശ്രമിച്ചാൽ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ കാര്യം എളുപ്പമാണ്. അതിന് പഠിച്ച സ്കൂളിന്റെ രേഖ ഉണ്ടായാൽ മതി. അതോടൊപ്പം തന്നെ ആ വീടിന്റെ പറമ്പിന്റെ ഒരു സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട രേഖ ഉണ്ടായാൽ മതി. ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, 1987 ശേഷം 2004 മുമ്പ് ജനിച്ച ആളുകൾ മാതാവിന്റെയോ പിതാവിന്റെയോ രണ്ടാളിൽ ഒരാളുടെ രേഖ സ്വന്തം പേരിൽ ശരിയാക്കണം. അതേപോലെ അവരുടെ മാതാപിതാക്കൾ 2002 വോട്ടർ ലിസ്റ്റിൽ ഇല്ല എങ്കിൽ മാതാപിതാക്കൾ രേഖ ശരിയാക്കി വെക്കണം, അവനവന്റെയും രേഖ ശരിയാക്കി വെക്കണം. ഇത്രയും നാം പറഞ്ഞത് ചുരുക്കം ഇതാണ്. പലപ്പോഴും പല യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്, ഈ വിഷയം തിരുത്തി തരാൻ വേണ്ടി സംഘടിപ്പിക്കാറുണ്ട്.
പല പ്രവർത്തനം സംഘടിപ്പിക്കാറുണ്ട്. പക്ഷെ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ആ യോഗത്തിൽ പോയിക്കൊള്ളണമെന്നില്ല. എന്നിട്ടും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെ രേഖയാണ് ശരിയാക്കി വെക്കേണ്ടത്, ആരാണ് അതിൽ ഒപ്പുവെക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടൊക്കെയാണ് പോയിപ്പിക്കണം ചോദിക്കാറുണ്ട് അല്ലേ. പലപ്പോഴും പലരും വെക്കാറുണ്ട്. പക്ഷേ അതിൽ ആ നാട്ടിലെ മുഴുവൻ ആളുകൾ പങ്കെടുക്കാറില്ല. അതെല്ലാം തിരുത്തി തരാനും മനസ്സിലാക്കി തരാനും യോഗമായിരിക്കും വെച്ചിട്ടുണ്ടാകുക. പക്ഷെ ആരും അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരും പങ്കെടുത്തിട്ടുണ്ടാകുക. കാരണം അവർ ഈ ലോകത്തൊന്നും അല്ല. അവർ വിചാരം കുറച്ചൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കണം, അങ്ങനെയൊക്കെ ജീവിച്ചു പോകണം എന്നുള്ളതൊക്കെ കാഴ്ചപ്പാടാ. പക്ഷേ കടക്കണ ഗൗരവം എന്താന്നുള്ളത് അവർക്കാർക്കും മനസ്സിലായിട്ടില്ല. അതും അവർക്ക് മാത്രമാണോ, മുതിർന്നവർക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് സൂചിപ്പിച്ചത്, ഈ ഒരു വേളയിൽ സൂചിപ്പിച്ചത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഇങ്ങനെ വിശദമായി പറഞ്ഞ് ശ്രദ്ധിക്കുക. നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന് വളരെ സുപ്രധാനമായ ഈ രേഖകള് വളരെ പ്രധാനപ്പെട്ടതാണ് മനസ്സിലായിക്കൊണ്ട് അതിന്റെ ഗൗരവത്തെ നിസ്സാരവൽക്കരിക്കാതെ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതെ, ഇനി ചില അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യത. അതെന്താണ്? പ്രവാസികളായ സഹോദരങ്ങളുണ്ട്. നേരത്തെ പ്രവാസം നിർത്തി നാട്ടിൽ കഴിയുന്നവർ, 50-60 വയസ്സുകളിലുള്ളവർ, അവർ 2004-ലോ 2005-ലോ പ്രവാസം നിർത്തി നാട്ടിൽ വന്നവരാ. അവർ വിചാരിക്കുന്ന എന്താ, പാസ്പോർട്ട് കയ്യിലുണ്ടല്ലോ എന്നാണ്. പക്ഷെ ആ പാസ്പോർട്ടോ അത് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, വാലിഡ് അല്ല. പാസ്പോർട്ട് വാലിഡ് അല്ല. കാരണം എന്താ? ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരിക്കലും അത് ഉപയോഗിക്കാൻ കഴിയില്ല, ഒരു ചാൻസും ഇല്ല. അതുപോലെ തന്നെ ആ ആധാർ കാർഡ് 10 വർഷം കഴിഞ്ഞാൽ പുതുക്കണം, പുതുക്കിയിട്ടുണ്ടാവില്ല. അതും പ്രശ്നമാണ്. കാരണം സാധാരണഗതി അത് സ്വീകരിക്കണമെന്നാണ് നിയമമെങ്കിലും, പക്ഷേ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ആധാർ കാർഡ് അവധി കഴിഞ്ഞിട്ടുണ്ട്, സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ന്യായമായും അതിന് അവകാശമുണ്ടവർക്ക്. അതുകൊണ്ട് തന്നെ ആധാർ, അതേപോലെ തന്നെ പാസ്പോർട്ട് എല്ലാം പുതുക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 10 വർഷം കഴിഞ്ഞാൽ ആധാർ കാർഡ് നിർബന്ധമായി പുതുക്കണമെന്നാണ് പറയുന്നത്. നിലവിലുള്ള നിയമം അനുസരിച്ച് അങ്ങനെയല്ല. പക്ഷേ ഒരു ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത് വോട്ട് നിഷേധിക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് നിലവിലുള്ളത് എല്ലാവരും പരിശോധിക്കുക. പാസ്പോർട്ടും ആധാറും ഒക്കെ പുതുക്കിയിട്ടുണ്ടോ? അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ 12 രേഖകൾ, മക്കളെ 10 രേഖകളൊക്കെ എത്രമാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് അത് ഒരുമിച്ച് കൂട്ടാൻ അല്ലെങ്കിൽ ക്ലിയറാക്കി വെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊന്ന്, നിലവിലുള്ള പ്രവാസികളായ സഹോദരങ്ങളുണ്ട്. ഇവർക്ക് ഓൺലൈൻ ആയിക്കോട്ടെ ചെയ്യാം, അപേക്ഷിക്കാം. എന്യൂമറേഷൻ ഫോം അത് പ്രിന്റ് ഔട്ട് എടുക്കാം, പൂരിപ്പിച്ചു കൊടുക്കാം. ഒരു വീട്ടില് BLOമാര് കടന്നു വന്നാൽ അവരോടൊക്കെ നല്ല നിലക്ക് നമ്മൾ പെരുമാറുകയും അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു കൊടുക്കുകയും അവരോട് സഹകരിച്ചുകൊണ്ട് വളരെ മാന്യമായിക്കൊണ്ട് ആ ഒരു വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ടായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. കാരണം ചെറിയ ഫാൾട്ട് വന്നാൽ മതി, ചില മിസ്റ്റേക്ക് വന്നാൽ മതി, എല്ലാം പുറത്താകാൻ. അതുകൊണ്ട് തന്നെ ഗൗരവമുള്ള വിഷയമാണ്. അതേ BLOമാര് വന്നാല് ഫോമിൽ വീട്ടിൽ നിന്ന് ഒരാൾ ഒപ്പിട്ട് കൊടുത്താൽ മതി, എല്ലാവരും ഒപ്പിട്ട് കൊടുക്കണമെന്നില്ല, എല്ലാവരും ഒപ്പിട്ട് കൊടുക്കണമെന്നില്ല, ഒരാൾ ഒപ്പിട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ പ്രവാസികളായ ആളുകളുടെ വോട്ടുകളെ അത് എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിക്കാതിരിക്കാനുള്ള അവസരമാകരുത്. വോട്ട് നഷ്ടപ്പെടുന്ന അവസരത്തിൽ മാറ്റിപ്പോകരുത്. ആ ഫോം കൃത്യമായി പൂരിപ്പിക്കുക. നാട്ടിലില്ലായെങ്കിൽ നാട്ടിലില്ല എന്ന് കരുതി ഒരിക്കലും പൂരിപ്പിക്കാതിരിക്കരുത്, പൂരിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടോ അതിന്റെ പേര് പ്രയാസം ഉണ്ടായേക്കാം, അത് തള്ളിക്കളഞ്ഞേക്കാം, എങ്കിൽ നമുക്ക് അപ്പീൽ പോകാൻ അവസരമുണ്ട്. അതെ, 2004 ഡിസംബറോട് കൂടി ഈ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞ് 2025 ഡിസംബർ 9-ാം തീയതി കരട് വോട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. കരട് വോട്ട് ലിസ്റ്റിൽ പേര് വരാത്ത ആളുകൾക്ക് 2026 ജനുവരി മാസം വരെ അപ്പീൽ കൊടുക്കാനുള്ള അവസരമുണ്ട്. 2026 ഫെബ്രുവരി മാസമാണ് അതിന്റെ ഒറിജിനൽ വോട്ടർ ലിസ്റ്റ് പുറത്തു വരിക. അതെ, നമ്മുടെ മുമ്പില് അത് ഉറപ്പിക്കേണ്ടതുണ്ട്, പൗരത്വം ഉറപ്പിക്കേണ്ടതുണ്ട്, വോട്ട് ഉറപ്പിക്കേണ്ടത്. കാരണം എന്താ? അത് നിങ്ങളുടെ പൗരത്വ വിഷയം കൂടിയാണ്. അത് തെളിയിക്കാതെ നിങ്ങളുടെ അവകാശം അതിന് സ്ഥിരപ്പെടുത്തേണ്ട അവസരം 1 മാസം മാത്രമാണ്. അതേ, നവംബർ 4 മുതൽ ഡിസംബർ 4 ഇടയിൽ നിർബന്ധമായും ഇതെല്ലാം നമ്മൾ ചെയ്തു തീർക്കേണ്ട വിഷയമാണ്. ഒരു ഇബാദത്തായ ഖുതുബ
ആ ഖുതുബയിൽ ഇത്രമാത്രം ഞാൻ ഉപയോഗിച്ചത് അത് അത്രമാത്രം ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ്. നമ്മളാരും ഗൗനിക്കാതെ പോയത് കൊണ്ടാണ്, പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് കൊണ്ട് ഒരിക്കലും നിസ്സാരമായി കാണരുത് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വരാനിരിക്കുന്ന പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുമായി ബന്ധപ്പെട്ട, നമ്മുടെ കൂടെയുള്ളവരുമായി ബന്ധപ്പെട്ട മേഖലകളിൽ എല്ലാവരോടും പരസ്പരം ചോദിച്ചറിഞ്ഞുകൊണ്ട് എന്തായി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചറിഞ്ഞുകൊണ്ട് നാം മുന്നോട്ട് പോവുക. അതെ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അതിനെ എന്താ പറയാ, അതൊക്കെ നടന്നു പോകും, കാരണം ഭരിക്കുന്ന അവരാണല്ലോ എന്ന് പറഞ്ഞ് കൈകെട്ടിയിരിക്കേണ്ടവരല്ല, മറിച്ച് അതിനെതിരെ ശക്തമായി പോരാടേണ്ടവരാണ്. അതാ പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട്? കാരണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, തന്റെ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട് പുറത്താക്കപ്പെടുമ്പോ, ആ പുറത്താക്കപ്പെടാൻ വേണ്ടി കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കടന്നു വരുമ്പോ കൈകെട്ടിരിക്കേണ്ടവരല്ല നമ്മളെന്നത് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോ ആ വിശുദ്ധ ഖുർആന്റെ വരികളെ തിരിച്ചെടുക്കാൻ, ആ വിശുദ്ധ ഖുർആന്റെ ആഹ്വാനങ്ങളെ നമ്മൾ നെഞ്ചിലേറ്റാൻ, അതായത് പഠിച്ചവർ, മനസ്സിലാക്കിയവർ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക എന്ന നിർബന്ധ ബാധ്യത ഏറ്റെടുക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിസന്ധികൾ അതിജയിച്ച് മുന്നേറുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസ്രിക്കും സാനിൻ ബിതഖ്വ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധികളെ കൂടെ മാനിക്കണേ എന്ന് ഓർമ്മിപ്പിക്കുക. വിശ്വാസികളെ, ഈ അനീതിയുടെ കാരണമായി നമ്മുടെ മഹല്ലിൽ താമസിക്കുന്ന ഒരാളും രാജ്യത്തെ ഏറ്റവും പ്രധാനമായ തെരഞ്ഞെടുപ്പ് പട്ടികൾ, പട്ടികളിൽ നമ്മുടെ സമ്മതിദാനാവകാശം അത് വിനിയോഗിക്കാനുള്ള അവസരമാണ്. അത് ഓരോരുത്തരും ഒരു പൗരന നിലയ്ക്ക് ഏറ്റവും വലിയ അവകാശമായിട്ടുള്ള വിഷയമാണ് തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതിനുവേണ്ടി സംവിധാനങ്ങൾ ഉണരണം, സമുദായ സംഘടനകൾ ഉണരണം, യുവാക്കൾ ഉണരണം, വലിയവർ ഉണരേണ്ടതുണ്ട്. നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലേ എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പരിഹാരം തേടണം, അത് കണ്ടുപിടിക്കണം. മഹല്ലെ അംഗങ്ങൾ മുഴുവനും അതിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കാൻ നമ്മുടെ മഹല്ലെ കമ്മിറ്റി സംവിധാനങ്ങൾ അതിലേക്ക് ഉണരേണ്ടതുണ്ട്. നിഗൂഢമായി പ്രവർത്തിക്കുന്ന നടപ്പാക്കുന്ന ഇത്തരം പദ്ധതികളെ ആ പദ്ധതികളെ ലക്ഷ്യമാക്കുന്നത് ആരെയാണ് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. അതെ, അതുകൊണ്ട് തന്നെ നാം എന്ത് ചെയ്യണം? കണ്ണു തുറക്കേണ്ടതുണ്ട്, ഉണരേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്നതിന് ബോധമില്ല എങ്കിൽ നമ്മുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടും എന്ന ചിന്ത, വികാരം ഉണ്ടാകണം. NCPയെ അനുകൂലിക്കാതെ വന്നപ്പോ PMC ആയി തിരിച്ചു വന്നു. അതേപോലെ തന്നെ NRC അനുകൂലിക്കാതെ വന്നപ്പോ അത് പുതിയ വോട്ടർ ലിസ്റ്റിലെ SIR ആയി വന്നു. അങ്ങനെ മാറി മാറി വന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ മുമ്പിൽ എത്തിയിട്ടുള്ളത്. പല വിഷയത്തിലും NRCക്കെതിരെയും അതേപോലെ തന്നെ NCക്കെതിരെയൊക്കെ നമ്മൾ ശക്തമായി കവറി തീർത്തവരായിരുന്നു. പക്ഷെ ഇന്ന് അതിനെല്ലാം നേരെ എന്താ പറയാ, തകിടം പറിച്ചുകൊണ്ടാണ് പല പേരുകളായിക്കൊണ്ട് മാറി മാറി വന്നപ്പോ ആ വോട്ടർ ലിസ്റ്റ് എന്തായി മാറി? SIR ആയി മാറിയിട്ടുണ്ട്. എങ്കിൽ വിശ്വാസികളെ, ഇതൊക്കെ നമ്മുടെ കഴുത്തിൽ വന്നുകൊണ്ട് കിടക്കുന്ന വലിയ ഒരു ചങ്ങലക്കെട്ടുകളാണ്. ആ ചങ്ങലക്കെട്ടുകൾ മോചനമുണ്ടാകണമെങ്കിൽ കൃത്യമായി ജാഗരൂകരായിരിക്കണം. കാര്യം കൃത്യമായി പഠിച്ചു മനസ്സിലാക്കണം. അറിയാത്തവർ അറിയുന്ന ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കണം. എന്നിട്ട് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കണം. അതുകൊണ്ട് ഗൗരവം മനസ്സിലാക്കി എല്ലാവരും ആർജവത്തോടു കൂടി ഇറങ്ങി തിരിച്ച് അതിന് പ്രത്യേകമായി ശ്രദ്ധ വെക്കണമെന്നാണ് ഈ തരുണത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കാനത്. നമ്മൾ മനസ്സിലാക്കുന്ന ഹദീസ് ഉണ്ടല്ലോ, നിങ്ങൾ ഒരാൾ മുഅ്മിനാവുകയില്ല, തന്റെ സഹോദരൻ അതിന് തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നത് വരെ മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി നമ്മെ പഠിപ്പിച്ച വിഷയം കൂടിയാണ്.
അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ശ്രദ്ധ, വളരെ ഗൗരവമുള്ള ഒരു ശ്രദ്ധ, അത് വളരെ ജാഗ്രത പാലിച്ചുകൊണ്ട്. കാരണം വോട്ടില്ല എന്നതെല്ലാം മറിച്ച് പിന്നെ വരാൻ പോകുന്ന വിഷയം പൗരത്വമില്ല എന്നതാണ്. ഈ നാട്ടുകാരെ അവിടെ നിൽക്കാൻ അവകാശമില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു വിഷയത്തിലാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഗൗരവമായി സൂചിപ്പിക്കുന്നതും. ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സൂചിപ്പിച്ചത് അത് മനസ്സിലാക്കി അത് അതിൻ്റെതായ വഴിയിലൂടെ കൃത്യമായി ഉപയോഗപ്പെടുത്തി വേണ്ടപ്പെട്ട ആളുകളെ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ടത് സംശയം ദൂരീകരിച്ച് വേണ്ട രൂപത്തിൽ അത് ലിസ്റ്റുകളെല്ലാം ക്ലിയർ ആക്കി മുന്നോട്ട് പോകാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അതേപോലത്തെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതുപലതുമായ പാപമുണ്ടാവൂ അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെ രോഗികളായി കേൾക്കുന്നതാവൂ പരിപൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. പലരും ആശുപത്രികളിലുണ്ട്, രോഗികളായി കഴിഞ്ഞവരുണ്ട്, ദുആ കൊണ്ട് വസീയത്ത് നൽകിയവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയവരുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, പണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിലും കുടുംബത്തിലും ആരോഗ്യത്തിലും ജോലിയിലും ബിസിനസ്സിലും കച്ചവടത്തിലും എല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والظالمين ودمر أعداءك وأعداء الدين. اللهم انصر إخواننا المسلمين في كل مكان الذين يجاهدون لإعلاء كلمة لا إله إلا الله. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.